ഇങ്ങനെ കണ്ട ആർക്കും മനസ്സിലാവില്ലല്ലോ അല്ലേ? ഏയ് നമുക്ക് പോയാലോ എന്നാ? ഇന്ന് ഗോവ മൊത്തം അരിച്ചു വെറുക്കണം. എന്നാ കള്ളന്മാരെ കൈയോടെ കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. കിട്ടണേ ഭഗവാനെ. എന്താ പറഞ്ഞില്ലേ? കണ്ടറിഞ്ഞൂടാ സെറ്റപ്പുകളാ. ആ വാസ്കോ പറഞ്ഞ അപ്പുറത്തെ മുറിയിലെ പെണ്ണുങ്ങളാണ് തോന്നുന്നു. ഞാനൊന്ന് മുട്ടി നോക്കിയാലോടോ. അതെ, ഒന്ന് അടങ്ങിയിരിക്കണ്ടോ? ഞങ്ങൾക്ക് കാണേണ്ടത് ഭാര്യമാരാ, അല്ലാതെ കണ്ട പെണ്ണുങ്ങളല്ല. വന്നേ. തളർന്നു. നമുക്കിനി ആ പാലോരം ബീച്ച് കൊണ്ടൊന്ന് പോയി നോക്കിയാലോ? അവിടെയാ പെണ്ണുങ്ങൾ കൂടുതൽ വരുന്നേ. അവിടെ കാണാം. ശരിയാ, വാ. 21 ഹോട്ടലിൽ കയറി ഇറങ്ങി. ഇനി ഒരടി വെക്കാൻ എന്നെ കൊണ്ടും. 21 ഹോട്ടലിൽ കയറി ഇറങ്ങിയതിന്റെ ഒന്നല്ല, 21 അടിച്ചതിന്റെ. ഇനി ഒരു ബ്രേക്ക് എടുത്തിട്ട് മതി ഭാര്യമാരെ അന്വേഷണം. അതെ, അവരൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്ത ബ്രേക്കാ. അതിനവരെ കിട്ടാൻ പോണില്ലല്ലോ. കാര്യം എന്റെ ഭാര്യ ഞാനും ഉടക്കാണ്, ബഹളമാണ്, തല്ലുപിടിയാണ്. പക്ഷെ അവളുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ക്യാരക്ടറാ. ഞാനില്ലാത്ത നേരത്ത് അവള് ഗോവയിലെന്നല്ല വീടിന് പുറത്ത് പോലും പോവില്ല. ഒന്ന് മൂത്തൊഴിക്കണമെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യും. അതാണ് അവളുടെ ക്യാരക്ടർ. പിന്നെ വിഷമിക്കില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. എന്റെ ഭാര്യയുടെ കാലഴിക വെള്ളം നിങ്ങളുടെ ഭാര്യ കാൽ തൂച്ചിക്കും വൈകിട്ട് ഓരോരുത്തർ കഴിക്കുന്നത് നന്നായിരിക്കും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് അവളുടെ ക്യാരക്ടർ. സണ്ണിച്ചാന്റെ വീട് ഗോവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? ദോ അത് ഏതോ ചെളി ചവിട്ടിയിട്ട് ഗോവയിലെ വെള്ളത്തിൽ കാല് കഴുകാൻ വന്നിരിക്കുക. ആരാണ് അവര്? ഇങ്ങരുടെ ഭാര്യയാടാ. ഒറ്റയ്ക്കല്ലോ, കൂടെ 2 കാമുകന്മാരുണ്ടായിരുന്നില്ലേ? ഈച്ചായ, അവള് പെണ്ണാണ്. അവള് കരഞ്ഞോണ്ട് ചിരിക്കും, ചിരിച്ചോണ്ട് വഞ്ചിക്കും. കുത്തും. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോ കാണാനും ചിരിക്കാനും എന്തൊരു ചേലായിരുന്നു. അതെ അച്ചായ, ഇപ്പോഴാണ് അച്ചായ ഞങ്ങളുടെ യഥാർത്ഥ ക്യാപ്റ്റനായി മാറിയത്. ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. എടാ സാധനം എടുത്തോ. ഫോണിൽ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് മൂത്രം ഒഴിക്കാനുള്ള പെർമിഷൻ നേരെ എടുക്കാൻ വേണ്ടി വന്നതായിരിക്കും. എന്തൊക്കെയായിരുന്നു? കാല് കഴിക്കാൻ വെള്ളം, മൂത്രം ഒഴിക്കുമ്പോ ഫോൺ. ഞാൻ ഒരു കുപ്പി ഓർഡർ ചെയ്തു. എന്നാലും ഇച്ചായും വൈഫിനെ പരിചയപ്പെടുത്താതിരുന്നത് ഇപ്പഴാ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടിയത്. ശരിയാ, ഒരാളും കൂടെ വിഷമിക്കണ കാണുമ്പോ ഒരു സന്തോഷം. അതെ, പക്ഷെ ചേച്ചിനെ തെറ്റു പറയാൻ പറ്റില്ല, നല്ല പയ്യനാ. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചൊരു തീരുമാനം എടുക്കണം. അതിനാ അത്യാവശ്യമായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുത്തിയേ. ആ TTയിൽ നിന്ന് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടി. അങ്ങനെ കോളേജിൽ ബന്ധപ്പെട്ട് അവിടുന്ന് നമ്പർ എടുത്തേ. എന്റെ ഹസ്ബൻഡ് എവിടെ? അത് പറ. നിങ്ങള് പറഞ്ഞില്ലേ നമ്മുടെ ഹസ്ബൻഡ്സ് ഒക്കെ ഒരുമിച്ചുണ്ട്. ഗോവ മുഴുവൻ തെരയാൻ ഞങ്ങള്. അതെ, പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ ഭർത്താവ് കാരണം ഞങ്ങളുടെ നല്ലവരായ ഭർത്താക്കന്മാര് വഴിതെറ്റിപ്പോയത്. അതെ, മറ്റൊരാൾ പറയുന്ന കേട്ട് പ്രവർത്തിക്കാൻ നടക്കുന്നവരെ എങ്ങനെയാ ആണുങ്ങളെന്ന് വിളിക്കുന്നേ? ആരെ കുറിച്ചാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? പ്ലീസ്. നമ്മള് വഴക്കിന് വേണ്ടിയല്ല ഒന്നിച്ച്, കാര്യങ്ങൾക്കൊരു തീരുമാനത്തിന് വേണ്ടിട്ടാ. ദേ, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. അത് ശരി, എല്ലാം ഡ്രഗ്സ് അടിച്ച് കിറങ്ങി കിടക്കുകയാണല്ലേ? ഇതാ ഡ്രഗ്സിന്റെ ഒരു കുഴപ്പം. കരഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കും, ചിരിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ചിരിക്കാൻ വേണ്ടിട്ട് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ പൊന്ന് സാറേ, അപ്പുറത്തെ റൂമിൽ താമസിക്കുന്ന ആ 3 പെണ്ണുങ്ങള് ഇന്ന് ഉച്ചയ്ക്ക് ആണുങ്ങളെ തപ്പി നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. പിന്നെ നിങ്ങളെല്ലാരും ഒരു മറ്റടുത്ത പരിപാടി കാണിച്ചു. ഞാനില്ലാത്ത സമയത്ത് ഇവിടുത്തെ ഹോട്ടൽ ബോയുമായിട്ട് പെണ്ണുങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. സംഭവം കുളമായി. സാറേ, അവനൊന്നും കറക്റ്റ് വർക്ക് അറിയില്ല, എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ആ പെൺപിള്ളേരെ കണ്ടാൽ അറിയാവുന്ന എല്ലാം പോക്ക് കേസുകളാ. എഴുന്നേറ്റ് വന്നേ, നമുക്ക് പോയിട്ട് വരാം. പുള്ളി 2 കൽപ്പിച്ച നമ്മളും കൂടി അങ്ങോട്ട് പോയി കൂടുതൽ കുഴപ്പം. ഇറങ്ങി വാടി.
എന്താണ് തുറച്ചു പോകണത്? ബഷീരിക്കാനുള്ള പുതിയ നമ്പറുകളായിരിക്കും. ബഷീരിക്കടി ബഷീരിക്കടി ബഷീരിക്ക് നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങളാണോ മര്യാദക്കാരികളാണ് പെണ്ണുങ്ങൾ ഒരു ചീത്തായി പോണത്? ഞാനും എന്റെ കൂട്ടുകാർ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കറിയാവോ? മനസ്സിലാവില്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെ ഭാര്യമാരൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു, നല്ല മുത്തു പോലത്തെ പെണ്ണുങ്ങള്. അവരിപ്പോ ഞങ്ങളറിയാതെ ഗോവക്കൊണ്ടിരിക്കുക. നിന്റെ പോലത്തെ അവളുമാരായിട്ട് കൂട്ടുകൂടിയിട്ടാ അവള് മാറി പഴി തെറ്റിയത്. എന്തായാലും ഒന്നും മിണ്ടാത്ത പറയണേ. വീണ്ടും നമ്മളെ സ്റ്റേഷനിൽ കയറ്റും. വാ, വിളിച്ചോണ്ട് വരാം. നീക്ക് എന്താണ് ആണുങ്ങളൊക്കെ കോന്തപ്പാനാണെന്നോ? നിന്റെയൊക്കെ സൗന്ദര്യം ഞങ്ങളങ്ങനെ ഇളകി പോവുകയാണ്. ഇതൊക്കെ മറ്റേ കേസ് കെട്ടുകളാണ്. ആണുങ്ങളെന്ന് പറഞ്ഞാൽ എന്ത് വേണം? ആരും ചേച്ചി പണി കിട്ടി. നിങ്ങളായി നിങ്ങളുടെ കൊടുത്തിട്ട്